എസ് എൻ പെർഫ്യൂംസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നത് ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ടൗണിലെത്തി. ഇനി നമുക്ക് നേരെ ഇറച്ചിക്കടയിലോട്ട് പോകണം. അങ്ങനെ നമ്മളെ ഇറച്ചി വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കിലോന് ബീഫിന് വരുന്ന 500 രൂപയാണ് കേട്ടോ തിരുവനന്തപുരത്ത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്നുള്ള കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബീഫൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഗ്രേവിയോട് കൂടിയൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, അതുപോലെ ഇറച്ചി മസാല, അതുപോലെ തന്നെ ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കറിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ഉലുവ ഇടണം കേട്ടോ. ഉലുവ നല്ലോണം മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി നല്ലോണം വയറ്റി ഉള്ളിയുടെ കളറും മണമൊക്കെ മാറിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടി എല്ലാം ചേർക്കണം കേട്ടോ. ഇത് നമ്മൾ ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ പേസ്റ്റാണ് വാങ്ങിക്കൽ, മറ്റേത് വാങ്ങിച്ച് ഞാൻ ചെയ്യലില്ല, പേസ്റ്റായിട്ടാണ് എടുക്കൽ കേട്ടോ. അങ്ങനെ പേസ്റ്റൊക്കെ ചേർത്ത് അങ്ങനെ നല്ല ഗ്രേവി പോലെ ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിക്കണം കേട്ടോ. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഈ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നേരെ ചൂടുവെള്ളം, നല്ലപോലെ തിളച്ച ചൂടുവെള്ളം ഉണ്ടാക്കി, ഈ ഗ്രേവി കുറച്ച് കൂടുതലുള്ള കറിയായതുകൊണ്ട് ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബീഫ് കാര്യങ്ങളെല്ലാം ഇട്ട് നല്ലപോലെ വേവിക്കാനുണ്ട്. അങ്ങനെ ബീഫ് കഴുകി വെച്ച ബീഫ് കുറച്ചായിട്ട് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, മറക്കറേ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിതാ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി. അങ്ങനെ 5 ബിസിലിന് ശേഷം, ലാസ്റ്റ് ബിസിലാണ് കേട്ടോ, ആ ഒരു ബിസിലിന് ശേഷം നമ്മൾ അടിപൊളി ബീഫ് കറി സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് ചെയ്തു വെക്കാനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ഉള്ളിയുണ്ട്, അതുപോലെ ഒരു നെല്ലിക്ക അച്ചാറുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, 10ൽ 7 മാർക്ക് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി ബാക്കിയുള്ള കുറച്ച് ബീഫ് കറി, നല്ല വേവാണ് കേട്ടോ, നല്ല വെന്തിട്ടുണ്ട്. ബാക്കിയുള്ള ബീഫ് കറി നമ്മളെ കൂട്ടുകാരന് കൊടുക്കണം. അതിന് വേണ്ടി ടിപ്പിയിൽ പൊതിഞ്ഞു കൊണ്ടുപോവാണ് ഞാൻ. അങ്ങനെ നമ്മൾ ചാല മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ചാല മാർക്കറ്റിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ തലയണ എടുക്കാനുണ്ടായിരുന്നു, അതുപോലെ ബെഡ്ഷീറ്റ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഈ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി ളുഹർ നമസ്കരിക്കാൻ വേണ്ടി നമുക്ക് പള്ളിയിലോട്ട് പോകാം. നമ്മൾ മണക്കാട് വലിയ പള്ളി ജുമാ മസ്ജിദിൽ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് മാഷാ അല്ലാഹ്. ഈ പള്ളി കാണാൻ നല്ല പൂന്തോട്ടവും കാര്യങ്ങളൊക്കെയുള്ള അടിപൊളി പള്ളിയാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്നാണ് ജമാഅത്തായി ളുഹറൊക്കെ നമസ്കരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ.